പൂരത്തിന് കുടമാറ്റം ഇത് തൃശ്ശൂരാണ് ആദ്യം തുടങ്ങിയത്. സാവർക്കറുടെ ആ ഫോട്ടോ വെച്ചു, സുഭാഷ് ചന്ദ്രബോസിൻ്റെ വെച്ചു, മഹാത്മാഗാന്ധിയുടെ വെച്ചു. എന്തിന്? ഒരു ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഫിഗേഴ്സാണ് ഇവരെല്ലാം. നമ്മൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ധാരാളം എതിർപ്പ് ഉള്ളവരും ഉണ്ടായിരുന്നവരും ഒക്കെയാണ് ഈ നേതാക്കൾ. മഹാത്മാഗാന്ധിയുടെ നയങ്ങളെ ചൊല്ലി എതിർപ്പുള്ളവരുണ്ട്, സാവർക്കറുടെ നയങ്ങൾ തെറ്റായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, സുഭാഷ് ചന്ദ്രബോസിനെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും ഉണ്ട്, ഭാഗികമായിട്ട് അംഗീകരിക്കുകയും ഭാഗികമായിട്ട് തള്ളിക്കളയുന്നവരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഫിഗേഴ്സിന് അമ്പലത്തിൽ എന്താ കാര്യം? നിങ്ങൾ ദശാവതാരം കാണിക്കുന്നു, ഡിസ്പ്യൂട്ടില്ലല്ലോ, ആർക്കും വിരോധമില്ല. രാമൻ, കൃഷ്ണൻ, ശിവൻ, ഗണപതി, മുരുകൻ, നിങ്ങളുടെ അത്രയും റിച്ചായിട്ടുള്ളൊരു ദൈവസമ്പത്ത് വേറെ ആർക്കുമില്ല. അത്ര ദൈവം, എത്ര കുടമാറ്റം വേണമെങ്കിലും. തൃശ്ശൂർ പൂരം 365 ദിവസവും നടക്കുകയാണെങ്കിൽ 365 ദിവസവും മാറി മാറി പുതിയ ദൈവങ്ങളെ കാണിക്കാവുന്ന അത്രയും ദൈവങ്ങൾ സ്റ്റോക്കിലുള്ള ആൾക്കാരാണ് നമ്മൾ. പിന്നെ എന്തിന് ഈ കാര്യം ചെയ്യണം? അത് ചെയ്യാൻ പാടില്ല. ക്ഷേത്ര ഉത്സവങ്ങളിൽ ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുവരാൻ പാടില്ല.